കൊച്ചി പള്ളുരുത്തിയിലെ ആൻ്റണിയും ഭാര്യ സിമിയും ഈ തിരുവോണ ദിനത്തിൽ അവരുടെ കാണാതായ മകനെ കാത്തിരിക്കുകയാണ്. 50 ദിവസം മുൻപാണ് ഇവരുടെ മകൻ ആദം ജോ ആൻ്റണിയെ കാണാതായത്. രാവിലെ പുലർച്ചെ സൈക്കിളുമായി പുറത്തേക്ക് പോയതാണ്. പിന്നീട് ആദം തിരിച്ചു വന്നിട്ടില്ല. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ ജൂലൈ 28-ാം തീയതി രാവിലെ എന്നും സൈക്ലിങ്ങിന് പോകുന്നത് പോലെ തന്നെ പോയതാണ്. എല്ലാ ദിവസവും പോയിട്ടൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാറുള്ളതാണ്. പക്ഷെ അന്ന് പോയിട്ട് ഇതുവരെ ആൾ തിരിച്ചെത്തിയിട്ടില്ല. എല്ലാ ദിവസങ്ങളിലും നോർമലി പോകുന്നതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനൊന്നും വെച്ചിരുന്നില്ല. പക്ഷെ അന്നേ ദിവസം പോയിട്ട് ഇതുവരെ നമുക്ക് ആളെ തിരിച്ച് കിട്ടിയിട്ടില്ല. മൊബൈൽ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ? എവിടം വരെ പോയി എന്നാണ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്? നോർമലി സൈക്ലിങ്ങിന് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ കൊണ്ടുപോകാറില്ല. CCTVയുടെ ഫുട്ടേജ് നോക്കുമ്പോൾ വെളുപ്പിനൊരു 3:19 ആദ്യത്തെ വീഡിയോ കാണുന്നത്. അത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള നമ്മളെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്താണ്. പിന്നെ തോപ്പുംപടിയിലെ BOT പാലത്തിൻ്റെ വെസ്റ്റ് എൻഡിൽ കയറുന്നത്, പിന്നീട് തേവര ഷിപ്പ്യാർഡ് വരെ പോകുന്ന തരത്തിലുള്ള വീഡിയോസ് ഉണ്ട്. ഷിപ്പ്യാർഡ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് എന്നുള്ളതിന് യാതൊരു വീഡിയോസും നമുക്ക് അവൈലബിൾ അല്ല. പോലീസുകാരാണെങ്കിലും എല്ലാ തരത്തിലും എല്ലാ ഏരിയയിലേക്കുള്ള വീഡിയോസും എടുത്തിരുന്നു. അവർ നമുക്കും അത് വെരിഫൈ ചെയ്യാൻ തന്നിരുന്നു. പക്ഷേ ആ വീഡിയോസിലൊന്നും തേവര കഴിഞ്ഞിട്ട് ആദം എങ്ങോട്ട് പോയി എന്ന് യാതൊരു ഇൻഫർമേഷനും അവൈലബിൾ അല്ല ഇപ്പോൾ വരെ. ഈ മകൻ ചാർട്ടേഡ് അക്കൗണ്ടിന് വേണ്ടി പഠിക്കുകയായിരുന്നു അല്ലേ? +2 കഴിഞ്ഞിട്ട് പ്രിലിമിനറി ഡയറക്റ്റായിട്ട് CAയുടെ പ്രിലിമിനറി എഴുതുമായിരുന്നു. അത് ക്ലിയർ ചെയ്തു. പിന്നെ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്നതിന് മുമ്പ് അപ്പോൾ അവരുടെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവനത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്തത്. ഒരു 6 മാസത്തെ സമയം അവൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ഒന്ന് PSC എഴുതി നോക്കട്ടെ. അത് നല്ല കാര്യമാണല്ലോ എന്ന് എഴുതിയിട്ട് അങ്ങനെ PSC എഴുതാൻ വേണ്ടി സൈലത്തിൻ്റെ ആപ്പും LDCയും പിന്നെ എൻട്രി ആപ്പ് അങ്ങനെ അതെല്ലാം PSC ഇങ്ങനെ ഓൺലൈനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒക്ടോബർ 5-ന് എറണാകുളത്തിൻ്റെ എക്സാം ഉണ്ട്. പക്ഷേ ആ എക്സാം എഴുതാൻ അവനില്ല. അതാണ് അവസ്ഥ. ചേച്ചി, ഈ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും പോകണമെന്നോ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്നോ? സുഹൃത്തുക്കളോട് മറ്റും എന്തെങ്കിലും സംസാരിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നോട്. ഇയാൾ പഠിക്കണമല്ല, അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. പഠിക്കണതുകൊണ്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല എന്നോട്. മൊബൈൽ ഫോൺ മാത്രമല്ല, ബാഗോ ഡ്രസ്സോ അങ്ങനെ ഒന്നും കരുതിയിട്ടില്ല? എന്തായിരുന്നു പോകുമ്പോഴുള്ള വസ്ത്രം? എന്തായിരുന്നു? ഒന്നും കൊണ്ടുപോയിട്ടില്ല. സൈക്ലിങ്ങിന് പോകുമ്പോൾ ബ്ലാക്ക് ഷോർട്സ്, പിന്നെ ടീഷർട്ട്, ഷൂസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ബിറ്റ് സൈക്കിളാണ്. പിന്നെ ഒരു വാച്ച് കിട്ടിയിട്ടുണ്ട്. സാധാരണ അതും കിട്ടാറില്ല. ഇപ്പം അന്ന് അതും കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒരു വാച്ച് കിട്ടിയിട്ടാണ് പോയിരിക്കുന്നത്. വേറെ ഇവിടെ ലൈസൻസും പൈസയ്ക്ക് ഇരിപ്പുണ്ടായി, ഒന്നും എടുത്തിട്ടില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഇരിപ്പുണ്ടായി മേശപ്പുറത്ത്, അതൊന്നും കൊണ്ടുപോയിട്ടില്ല. ചേട്ടാ, പോലീസ് എന്താണ് ശരിക്കും പറയുന്നത്? പോലീസുകാരിപ്പോൾ നമ്മൾ അന്ന് വൈകിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ FIR ഇട്ടിരുന്നു. അവരും പല സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കതിൻ്റെ ഒരു യഥാർത്ഥ റിസൾട്ട് എന്താണെന്ന് ഇതുവരെ വന്നിട്ടില്ല. 50 ദിവസം മുൻപാണ് ഇവരുടെ മകൻ ആദം ജോയെ കാണാതായത്. പുലർച്ചെ ഏതാണ്ട് ഒരു 3:30 സൈക്കിളിൽ സ്ഥിരമായി പോകുന്ന ഭാഗത്തേക്ക് പോയതാണ്. പക്ഷേ തേവര ഷിപ്പ്യാർഡിൻ്റെ ഭാഗം വരെ ഈ മകൻ പോയി എന്ന് മാത്രമാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ സൗഹൃദങ്ങളും അത്തരത്തിൽ വലിയ സൗഹൃദ വലയങ്ങളും ഒന്നും തന്നെ ആദമിന് ഇല്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. എന്തായാലും 50 ദിവസമായി ഇവർ മകനെ കാത്തിരിക്കുകയാണ്. ഈ തിരുവോണ ദിനത്തിലും മകൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.